ഹായ്, എല്ലാവർക്കും ഷാഡോ കപ്പിളിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് നമ്മൾ യമഹ ഷോറൂമിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ എന്തിനാണ് വന്നത്? എനിക്കൊരു സ്കൂട്ടി വാങ്ങാം. ഒരു സ്കൂട്ടി. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് പോകാം അല്ലേ? അപ്പോൾ ഇതാണ് ഞങ്ങൾ സെലക്ട് ചെയ്ത വണ്ടി കേട്ടോ. ഫസിനോ 125 ഹൈബ്രിഡ് ആണ്. അപ്പോൾ ഈ വണ്ടിയെ കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്രോയിനെ വിളിക്കാം. മൈക്ക് നോക്കിക്കോട്ടെ. അപ്പൊ ബ്രോ, ഈ പേരെന്താ? അഭിലാഷ്. അപ്പൊ ഈ വണ്ടിയല്ലേ, ഇത് ഹൈബ്രിഡ് വണ്ടിയാണ്. അപ്പൊ നമുക്ക് ഈ ഹൈബ്രിഡ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുമോ? നമുക്ക് ഹൈബ്രിഡ് എന്താന്ന് പറഞ്ഞു മറ്റു വണ്ടികളിൽ നിന്ന് ഹൈബ്രിഡ് വണ്ടി എന്താണ്? മെയിൻ ആയിട്ട് നമ്മൾ ഇതിന് മൈലേജ് ആണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഹൈബ്രിഡ് പറയുമ്പോൾ നമുക്ക് മൈലേജ് കൂടുതൽ കിട്ടും. ഈ വണ്ടിക്ക് എത്ര മൈലേജ് പറയുന്നത്? ഇതിപ്പോ കമ്പനി 103 കിലോമീറ്റർ വരെ പറയുന്നത്. 103 കിലോമീറ്റർ. പക്ഷെ നമ്മുടെ വയനാട്ടില് ഇതിപ്പോ കസ്റ്റമേഴ്സിനൊക്കെ 75 കിലോമീറ്റർ വരെ കിട്ടുന്നുണ്ട്. റോട്ടിലൊക്കെ അതെ, 75 കിലോമീറ്റർ വരെ കിട്ടുന്നുണ്ട്. 75 കിലോമീറ്റർ. അതെ. ഓക്കെ. അപ്പം ഹൈബ്രിഡ് വണ്ടിനെ കുറിച്ച്, ഹൈബ്രിഡ് ടെക്നോളജിനെ കുറിച്ച് ഒന്ന് പറയാം. നമ്മളിപ്പോ ഈ കൂടുതൽ ഫ്യൂവൽ യൂസ് ചെയ്യേണ്ട സിറ്റുവേഷനിൽ വണ്ടി ഓട്ടോമാറ്റിക് സെൻസർ ഉണ്ട് ഇതില്. അതായത് ഓട്ടോമാറ്റിക് ജനറേറ്റർ എന്ന് പറയും. അതായത് ആ സെൻസറിന് മനസ്സിലാവും ഏതൊക്കെ സിറ്റുവേഷനിലാണ് കൂടുതൽ ഫ്യൂവൽ യൂസ് ചെയ്യുന്നത് അല്ലാതെ എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഒരു ഓട്ടോമാറ്റിക് ബാറ്ററിയിലോട്ട് പവർ പോകും. അപ്പോൾ ഈ ചെറിയ ചെറിയ കയറ്റം വരുന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ കൂടുതൽ ഫ്യൂവൽ യൂസ് ചെയ്യുന്ന നമ്മളിപ്പോൾ നിർത്തിയിട്ട് എടുക്കുമ്പോൾ കൂടുതൽ ഫ്യൂവൽ വണ്ടിക്ക് വേണ്ടി വരും. അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ ഇത് ബാറ്ററി ആയിരിക്കും പവർ കൊടുക്കുന്നത്. അതാണ് സിമ്പിൾ ആയിട്ട് ഹൈബ്രിഡ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം. അതായത് നമുക്കപ്പോ പെട്രോളിന്റെ അതിന്റെ കൂടെ തന്നെ ബാറ്ററി സപ്പോർട്ട് ചെയ്യും. അപ്പൊ നമുക്ക് മൈലേജ് കൂടുതൽ. യെസ്. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ 125cc ഹൈബ്രിഡ് ആയിട്ട് വരുന്ന ഒരേ ഒരു വണ്ടി ഫാസിനോ മാത്രമേ. അതെ, മറ്റു വണ്ടിയിലൊന്നും ഹൈബ്രിഡ് ആണ്, പക്ഷെ നമ്മളതാണ് ഒറിജിനൽ ഹൈബ്രിഡ് എന്ന ടെക്നോളജിയിൽ വരുന്നത്. അപ്പോൾ ഈ വണ്ടിയിൽ വരുമ്പോൾ ഇത് നമുക്ക് ഇലക്ട്രിക് സ്റ്റാർട്ട് ആണ്. അതെ, സ്റ്റാർട്ട് ആണ്. പക്ഷെ ഈ മേലെ വരുന്ന സ്വിച്ച് ഇതെന്താണ് സാധനം? നമുക്കിത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ സ്റ്റാൻഡ് സെൻസറാ വരുന്നത്. സ്റ്റാൻഡ് സെൻസർ അത് നമുക്കൊരു സേഫ്റ്റിയുടെ ഭാഗമായിട്ട് നമുക്ക് പറയാൻ പറ്റും. കാരണം സ്റ്റാൻഡ് തട്ടി കഴിഞ്ഞാൽ വണ്ടി നമുക്ക് എഞ്ചിൻ സ്റ്റാർട്ട് ആവുകയുള്ളൂ. ഇത് നമുക്ക് അതിൽ വരുന്ന വേറൊരു ഫീച്ചറാണ്. അതായത് എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് എന്ന് പറയുന്ന ഒരു സ്വിച്ചാണ്. ഇത് നമുക്ക് മാനുവലി ഓണും ഓഫും ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ട്. ഇതിപ്പോൾ ഓണിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇൻ കേസ് ട്രാഫിക് സിഗ്നലിലൊക്കെ വണ്ടി നമ്മൾ റണ്ണിങ്ങിൽ ട്രാഫിക്കിൽ നിന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് വണ്ടി ഓഫ് ആവും. ഒരു 3-4 സെക്കൻഡിൻ്റെ ഉള്ളിൽ വണ്ടി ഓഫ് ആവും. ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ആക്സിലേറ്റർ ടാപ്പ് ചെയ്ത് കൊടുത്താൽ വണ്ടി സ്റ്റാർട്ട് ആവും. ഇതൊക്കെ നമ്മൾ ഒന്നും കൂടി മൈലേജിന് പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ടാണ്. അതെ, അതായത് വെറുതെ ഫ്യൂവൽ വേസ്റ്റ് ആവുന്നില്ല. അപ്പൊ വണ്ടിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഏകദേശം ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ കൂടെ കോംപ്ലിമെന്ററി ആയിട്ട് നമുക്ക് എന്തൊക്കെ കിട്ടും? നമ്മളിപ്പോ ഇതില് വണ്ടിക്ക് ബേസിക് ആയിട്ട് വണ്ടി എടുക്കുമ്പോൾ മാറ്റ് വരുന്നുണ്ട്. ഇതിന്റെ ഫ്രണ്ട് ഇടുന്നുണ്ട്. അതെ, ഫ്ലോർ മാറ്റ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ലേഡീസ് ഫുഡ് റെസ്റ്റ്, അതായത് ലേഡീസ് സ്റ്റെപ്പ് എന്ന് പറയും. സൈഡിലോട്ട് ഇരിക്കുമ്പോൾ കാല് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോർഷൻ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലൂടെ വണ്ടി മൂടുന്ന കവർ നമ്മുടെ യമഹ ഒറിജിനൽ ബ്രാൻഡിന്റെ തന്നെയാണ് കൊടുക്കുന്നത്. അതെ, ഇത് നമ്മൾ ഇതിന്റെ കൂടെ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഹെൽമെറ്റ് ആണ് കൊടുക്കുന്നത്. അതിന്റെ കൂടെ നമ്മൾ ഹെൽമെറ്റ് ഉണ്ട് കേട്ടോ. ഈ വണ്ടി ഏതാണ് വേരിയന്റ്? ഇത് നമ്മുടെ ഫാസിനോ എസ് എന്ന് പറയുന്നത് തന്നെ പ്രീമിയം മോഡലാണ്. അതായത് ഇപ്പൊ ഇത്രയും നമ്മൾ പറഞ്ഞ വണ്ടീനെ അപേക്ഷിച്ചിട്ട് ഇതിലോട്ട് വരികയാണെങ്കിൽ കളറിൽ പറയുകയാണെങ്കിൽ മാറ്റ് കളറാണ് വരുന്നത്. അതെ. പിന്നെ നമുക്ക് വീല് നോക്കി കഴിയുമ്പോൾ ഒരു ഗോൾഡൻ കളറിങ് വീല് കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടി യൂത്തിനെയൊക്കെ ഒന്ന് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു പ്രീമിയം ടച്ചിനും വേണ്ടിയിട്ടാണ് ഗോൾഡ് കളർ കൊടുത്തിരിക്കുന്നത്. അതെ, പിന്നെ ഡിസ്ക് വേരിയന്റ് ആണ് ഫുൾ ഓപ്ഷനിലെല്ലാം. പിന്നെ നമുക്ക് ഇതിൽ അഡീഷണലി പറയുകയാണെങ്കിൽ ഒരു ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുണ്ട്. നമുക്ക് വൈ കണക്ട്, അതായത് യമഹ കണക്ട് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലും ആപ്പിളിലും അവൈലബിൾ ആണ്. അത് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയുടെ ഒരുവിധ എല്ലാ കാര്യങ്ങളും നമുക്ക് ആ ഫോണിൽ ട്രാക്ക് ചെയ്യാൻ പറ്റും. ഏത് ലൊക്കേഷനിലാണ് വണ്ടി ഉള്ളത്, ഇനിയിപ്പോൾ വണ്ടി എന്തെങ്കിലും എത്ര ഫ്യൂവൽ അടിച്ചു, അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ ട്രാക്ക് ചെയ്യാൻ പറ്റും. അത് ഇത്ര ഡിസ്റ്റൻസ് ലെവലിൽ നമുക്ക് വർക്ക് ചെയ്യും, ബ്ലൂടൂത്ത് നമ്മൾ സാധാ കണക്ട് ചെയ്യുന്ന പോലെ.
ഓക്കെ.